പുതുതായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏജ് വെരിഫൈ ചെയ്യാനുള്ള പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി കിട്ടാത്തവർക്ക് അടുത്ത അപ്ഡേറ്റിൽ ഈ ഒരു സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നിലവിൽ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ വാട്സപ്പ് ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് വാട്സപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ, 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കാരണം കൊണ്ടാണ് വാട്സപ്പിൽ പുതിയ ഈ ഒരു സെറ്റിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത്, ഏജ് വെരിഫിക്കേഷൻ. നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇനി പുതുതായി വല്ല സെറ്റിങ്സിലും മാറ്റം വരുത്തണോ? അതുപോലെ പുതിയ വാട്സപ്പ് എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാട്സപ്പ് ഉപയോഗിക്കുകയും അതുവഴി അവരെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ തട്ടിക്കൊണ്ടുപോകുക പോലെയുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വാട്സപ്പിൽ മാത്രമല്ല, ടെലിഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഇതുപോലെ നിയന്ത്രണങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ വാട്സപ്പ് ഈ ഒരു സെറ്റിങ്സ് ഫോണിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഭാവിയിൽ, അതായത് അടുത്ത് തന്നെ ഇത് നിർബന്ധമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആയിട്ട് മാറും. ഈ ഒരു ഏജ് വെരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ചെയ്തു വെക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തുകൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് എങ്കിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ 18നും 13നും ഇടയിലാണ് നമ്മുടെ പ്രായപരിധി എങ്കിൽ അപ്പോൾ നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഇനി 13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ 13 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വാട്സപ്പ് ബാനാവും. പിന്നീട് നമുക്ക് ഇതുപോലെയായിരിക്കും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ചിലപ്പോൾ നമുക്ക് മുകളിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അപ്ഡേഷൻ വരാത്തവർക്ക്, ചിലർക്ക് അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത സമയത്ത് തന്നെ വന്ന് കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്, പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്പൺ പാരന്റൽ കൺട്രോൾ യുവർ ചൈൽഡ് ഫോൺ, അതായത് നമുക്ക് കുട്ടികളുടെ ഫോൺ നമ്മളെ ഫോണിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വരാത്തവരാണ് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിക്കൊണ്ട്, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. ഈ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റുള്ളവർക്ക് ഷോ ആവുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണിക്കുകയോ ചെയ്യില്ല. അത് വാട്സപ്പിന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ നോട്ടിഫിക്കേഷനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സെറ്റിങ്സിലോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇത് വീണ്ടും എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൺഫേം ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ അതേപോലെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ക്ലിയർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സിൽ യെസ് ഐ ആം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഏജ് ഇതിനകത്ത് വെരിഫൈ ആയി കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടാണ് നമുക്ക് സെറ്റിങ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞുള്ള പുതിയ ഒരു ഫീച്ചർ നമുക്ക് സെറ്റിങ്സിനകത്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പാരന്റൽ കൺട്രോൾ, അതായത് നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ളവരാണ് എങ്കിൽ ഈ ഒരു സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ കുട്ടികളുടെ വീഡിയോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, കുട്ടികളുടെ ഫോണുമായിട്ട് നമ്മുടെ ഫോൺ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയവർ, അതായത് ഏജ് വെരിഫൈ ആവാതെ കിടക്കുന്ന നോട്ടിഫിക്കേഷനിലാണ് കിടക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏജ് വെരിഫിക്കേഷൻ, അതായത് നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ശരിയായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് അത് ഫിക്സ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.